അപ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം റീസെൻ്റ്ലി കുറേ പേര് നമ്മുടെ മെമ്പർഷിപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു വെൽത്ത് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റും. പലരും ഇത് സ്കാമാണ്, പിന്നെ എന്താ മണി ചെയിൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് കയറുന്നവർക്കറിയാം വളരെ സിമ്പിളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, നല്ല നല്ല കമ്പനീസ് നമ്മുടെ പാൻ കാർഡ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്തൊരു സ്കാമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ലീഗലായിട്ട് നമ്മുടെ ഗവൺമെൻറ് അനുവദിച്ചു തന്നിട്ടുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് നമ്മുടെ സ്കൂളുകളൊക്കെ പഠിപ്പിക്കുന്നത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ജോലി എടുക്കുക, നന്നായിട്ട് സമ്പാദിക്കുക. പക്ഷേ ഈ ഒരു സർക്കിൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. 62 വയസ്സ് വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് നമ്മൾ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് കുറച്ച് അസറ്റ് ബൈ ഔട്ട് ചെയ്ത് നല്ലൊരു വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളതിനെ കാണാൻ പറ്റും. ഇവിടെ ഏകദേശം 9 മാസം കൊണ്ട്, അതായത് ഞാൻ ജൂലൈ 2023 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം 24.12% നമ്മുടെ പ്രോഫിറ്റ്. ഇപ്പം ടോട്ടൽ ഇൻവെസ്റ്റ് 5,10,000 ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം നമുക്ക് കറൻറ്റ് വാല്യൂ 6,72,000 ഉണ്ട്. ഏകദേശം 1,62,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പം ഇത് പല പല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് കയറിപ്പോയത്. ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തന്നിട്ട് ഏകദേശം 82% ആ സ്റ്റോക്ക് വളർന്നത്. അപ്പം ഇത് സ്റ്റോക്ക് വളരുന്നതനുസരിച്ച് നമ്മുടെ വാല്യൂം വളരും. അതാണ് നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഗ്രാജുവലി അച്ചീവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഗ്രാഫ് നോക്കുവാണെങ്കിൽ വളരെ സ്ലോലിയാണ് കയറി വന്നത്. ഇപ്പം ജൂലൈ നമുക്ക് വളരെ കുറവായിരുന്നു. പക്ഷേ അത് ഗ്രാജുവലി അതിപ്പം നമുക്ക് കയറി വന്ന് ഈ ജാനുവരി ടു മാർച്ച് അല്ലെങ്കിൽ ജാനുവരി ടു ഏപ്രിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. വളരെ സ്പൈക്കിൽ ഇത് കയറിപ്പോൾ. അപ്പം ഇതാണ് നമുക്കിത് മാർക്കറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എപ്പോൾ ഇത് കയറിപ്പോകുന്നുള്ളൂ. അപ്പം നമ്മൾ മെല്ലെ ബിൽഡ് ചെയ്യുക. വൺസ് ഇത് ബിൽഡ് ചെയ്യാൻ തന്നെ ഇത് വർക്കൗട്ട് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് പ്രോഫിറ്റിനെക്കാട്ടി താഴെയായിരുന്നു. സ്വാഭാവികം, നമുക്ക് പ്രോഫിറ്റ് ഇല്ല എന്ന സമയത്ത്. പക്ഷേ അത് കഴിഞ്ഞ് ഫുൾ ടൈം എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റർ വാല്യൂക്കാട്ടൊരു മണ്ടയ്ക്കാണ് നമ്മുടെ പ്രോഫിറ്റ് പോകുന്നത്. നിങ്ങൾക്ക് മണ്ടയ്ക്കത്തെ ഈ ബ്ലൂ ലൈൻ കണ്ടാൽ മനസ്സിലാവും. ഇൻവെസ്റ്റർ 510 നമുക്കിപ്പോൾ 673 ആയി. ഇപ്പം 1,62,000 രൂപയാണ് പ്രോഫിറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു 10,000 രൂപ ഒരാളോട് കടം ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ വിഷമം എന്താണ്. അപ്പം വെറുതെ ഇപ്പം ജൂലൈ മുതൽ ഇവിടെ 9 മാസം നമ്മൾ വെറുതെ ഇരുന്നിട്ടാണ് ഈ 1,62,000 രൂപ. അപ്പം ഇത് കോമ്പൗണ്ടിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കണ്ടാൽ അറിയാം. ഇവിടുന്ന് നിങ്ങൾക്ക് ഇത് മാക്സിമം പവറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് മാക്സിമം പവറിലോട്ട് പോകും. വൺസ് ഇതൊന്ന് റണ്ണായി തുടങ്ങിയാൽ നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന പ്രോഫിറ്റ് തന്നെ വളരെ വലുതായിരിക്കും. ഇപ്പം തന്നെ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് 13,000 ആണ് ഇതിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം ചില ദിവസം ലോസ് വരും. പക്ഷേ ഇന്ന് ലോങ് ടൈമിൽ നിന്ന് ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഇത് വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുക, മറന്നേക്കുക, അതിൻ്റെ വർക്ക് ചെയ്തോളൂ. ലെറ്റ് ദ മണി വർക്ക് ഫോർ യു. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ലോങ് ടൈമിൽ NRകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, സാലറിയിലുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനും എല്ലാ മാസം ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ട് ആരും എടുക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസർച്ച് നടത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിക്കുക. എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കും അത് കണ്ട് മനസ്സിലാക്കി വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഞാനും ജോലി ചെയ്യുന്ന ഒരാളാണ്. ജോലി ചെയ്യുന്നതിലേക്ക് ഇത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പം ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് വിൽക്കുന്ന വാങ്ങുന്ന ഒന്നും ഞാൻ നോക്കുന്നില്ല. ഇതിൻ്റെ വർക്ക് ചെയ്യുകയാണ്. ഇപ്പം ഒരു ന്യൂസ് കാരണം ഇടിഞ്ഞാണ്. പക്ഷേ അതൊന്നും മാർക്കറ്റിനെ ഒന്നും ഏശാൻ പോകുന്നില്ല. ഇതൊക്കെ മാർക്കറ്റിലുള്ളതാണ്. ഈ ഫ്ലക്ച്വേഷൻ ഇതൊക്കെ പേടിച്ച് പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പം ഈ ഒരു ഫ്ലക്ച്വേഷനും ഈ ഒരു ചെറിയ ന്യൂസിൻ്റെ ഫ്ലക്ച്വേഷനും ഒന്നും നോക്കാതിരിക്കുക. ന്യൂസ് വളരെ ബ്ലണ്ടറാണ്. പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ കൺട്രോൾ ബൈ വലിയ കോർപ്പറേറ്റ്സ് ആണ്. അവർക്ക് നിങ്ങൾ ഇത് സെല്ലും ബൈയും ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതായത് കോർപ്പറേറ്റ്സ് ഓണാണ് ഈ എല്ലാ ബ്രോക്കറേജ് ഫേംസൊക്കെ. അപ്പം അവർക്ക് ഇത് സെല്ലും ബൈയും ഒക്കെ ചെയ്തിട്ടേ പ്രയോജനമുള്ളൂ. അപ്പം നിങ്ങളിത് കയ്യിൽ സ്റ്റോക്ക് വെച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ഒരു പ്രയോജനമില്ല. അപ്പം എപ്പോഴും നിങ്ങളെ കൊണ്ട് സെല്ല് ചെയ്യിക്കാനോ ബൈ ചെയ്യിക്കാനൊക്കെ നോക്കത്തുള്ളവർ. അപ്പം അങ്ങനത്തെ വീഡിയോ ആയിരിക്കും. നല്ലതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇപ്പം തന്നെ ഇവിടെ നമുക്ക് 24% 9 months. അപ്പം 1 year ആകുമ്പം എങ്ങനെ കളിച്ചാലും നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. നല്ല സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ടാണെന്ന് ചോദിക്കുക, നമുക്ക് എടുത്ത് കൊടുക്കണം. താങ്ക് യു.